ഹായ് ഓൾ, വെൽക്കം ടു അവർ ന്യൂ ലൈവ് സെഷൻ. അപ്പോൾ നമ്മുടെ എക്സാം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പേപ്പറാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് MMPC 002. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കൊരു 14 യൂണിറ്റ്സ് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ആൻഡ് ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മളെല്ലാവരും ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറും കൂടിയാണ്. ഓക്കെ, നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇത് കമ്പൈൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്നും വരുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെ. ഡിഫൈൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് അറ്റ് കോർപ്പറേറ്റ്, പ്രൊഫഷണൽ, സോഷ്യൽ ആൻഡ് നാഷണൽ ലെവൽസ് ആണ്. അപ്പൊ മസ്റ്റ് ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് എന്താണെന്നുള്ളത് ചോദിക്കും. ആൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മീനിങ് അറിയോ? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹയറിംഗ്, ട്രെയിനിങ്, ഡെവലപ്പിംഗ്, മോട്ടിവേറ്റിംഗ് ആൻഡ് റീറ്റെയിനിങ് എംപ്ലോയീസ് സോ ദാറ്റ് ആൻ ഓർഗനൈസേഷൻ ക്യാൻ അച്ചീവ് ഇറ്റ്സ് ഗോൾ എഫക്റ്റീവ്ലി. ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് വേല്യൂബിൾ ആയിട്ടുള്ള ഒരു അസെറ്റ് ആണ് അല്ലെ. അവർക്ക് ഇപ്പോൾ എംപ്ലോയീസ് ഉണ്ട്, അപ്പൊ അവരെ നല്ല രീതിയിൽ ഹയർ ചെയ്യണം. ആൻഡ് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ ഡെവലപ്മെന്റ്, മോട്ടിവേഷൻസ്, അവരെ റീറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാംസുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹയറിംഗ്, ട്രെയിനിങ്, developing, motivating and retaining employees so that an organization can achieve its goal effectively. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ അവരുടെ ലോങ് ടേം ആയിട്ടുള്ള അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ആണെങ്കിലും ഹയർ ചെയ്യുക, അവരെ ട്രെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. According to Edwin B. Flippo, HRM involve planning, organizing, directing and controlling activities related to recruiting and developing employees ആണ്. ഇപ്പൊ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ഡെവലപ്മെന്റ് കൊടുക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസുകളും പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. നമുക്കറിയാം മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ തന്നെ എന്താണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസിനെ എന്ത് ചെയ്യാണ്? മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു റിക്രൂട്ടിംഗ് ആൻഡ് ഡെവലപ്പിംഗ് എംപ്ലോയീസ്. ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ HRMന്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ നോക്കാനുണ്ട്. എന്താണ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്? ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? കോർപ്പറേറ്റ് ലെവലിൽ പറയുന്നത്, അതായത് ഓർഗനൈസേഷണൽ ലെവലിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പറയുന്നത്? ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ അച്ചീവ് ഇറ്റ്സ് ഗോൾ ആണ്. ഓർഗനൈസേഷൻ അവരുടെ ഗോൾസ് കാര്യങ്ങളൊക്കെ ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ടാലന്റഡ് എംപ്ലോയീസ് ആണ്. ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യുക, അതുപോലെ തന്നെ അവരെ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്നും എന്ത് ചെയ്യുക? റീറ്റെയിൻ ചെയ്യുന്നു. ദെൻ ഡെവലപ്സ് എംപ്ലോയീസ് സ്കിൽ ത്രൂ ട്രെയിനിങ്. അവർക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്താണ് അവരുടെ സ്കില്ല് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഡെവലപ്പ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്? മോട്ടിവേറ്റ് എംപ്ലോയീസ് ആൻഡ് സോൾവ് ദെയർ ഗ്രീവൻസ് ആണ്.
എംപ്ലോയീസിന് അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരാതികൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് അവരെ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക ആൻഡ് അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതും മറ്റൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നുണ്ട്. കോർപ്പറേറ്റ് ലെവലിലുള്ള അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ലെവലിലുള്ള ഇമ്പോർട്ടൻസ് കാര്യങ്ങളായിട്ടാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് കോർപ്പറേറ്റ് ലെവൽ ഓർഗനൈസേഷൻ ലെവലിലെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പറയുന്നത്? ഹെൽപ്സ് ദി ഓർഗനൈസേഷൻ അച്ചീവ് ഇറ്റ്സ് ഗോൾ, അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ടാലന്റഡ് എംപ്ലോയീസ്, ഡെവലപ്പ് എംപ്ലോയീസ് സ്കിൽ ത്രൂ ട്രെയിനിങ് ആൻഡ് മോട്ടിവേറ്റ് എംപ്ലോയീസ് ആൻഡ് സോൾവ് ദെയർ ഗ്രീവൻസ് ആണ്. ഓക്കെ, അതാണ് കോർപ്പറേറ്റ് ലെവൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ലെവലിലായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ. ഇനി പ്രൊഫഷണൽ ലെവൽ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ആ ഒരു ലെവലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് എന്തൊക്കെ കിട്ടുന്നുണ്ട്? അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് അവിടെ ഇംപ്രൂവ് ചെയ്യുക, അവരെ നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുകയാണ്, അവർക്ക് ആവശ്യമായുള്ള മോട്ടിവേഷൻസ് കാര്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവരെന്താണ് ഇംപ്രൂവ്ഡ് ആയിരിക്കും അല്ലെ, അവരുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് അവിടെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊവൈഡ് എ ഹെൽത്തി ആൻഡ് സേഫ് വർക്കിംഗ് എൻവയോൺമെന്റ്, ഓഫർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ കരിയർ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ആണ്. അപ്പൊ അവർക്ക് അവരുടെ ആ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിനുള്ള ഒരു സേഫ് ആയുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കരിയർ ഡെവലപ്മെന്റിന് ആവശ്യമായുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ അതുപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സിലൂടെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാം. ദെൻ സോഷ്യൽ ലെവൽസ് പറയുകയാണെങ്കിലോ, സോഷ്യൽ ലെവൽസിൽ പറയുകയാണെങ്കിൽ ഇൻക്രീസ് ദ ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട് ഓഫ് വർക്ക് ആണ്. ഇപ്പൊ സോഷ്യൽ ലെവലിൽ പറഞ്ഞ ഒരു സൊസൈറ്റിയുടെ ലെവലിൽ പറയുന്ന സമയത്ത് എന്താണ്? അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ഇംപ്രൂവ് ചെയ്യുമ്പോൾ അത് അവരുടെ ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് പ്രൊവൈഡ് സാറ്റിസ്ഫൈങ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് മെയിൻറ്റെയിൻ എ ബാലൻസ് ബിറ്റ്വീൻ അവൈലബിൾ ജോബ് ആൻഡ് ജോബ് സീക്കേഴ്സ്. ഇപ്പൊ ജോബ് അന്വേഷിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ജോബും തമ്മിലുള്ളൊരു ബാലൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് സോഷ്യൽ ലെവലിലുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് നാഷണൽ ലെവലാണ്. ഇപ്പൊ നാഷണൽ ലെവൽ എങ്ങനെയായിരിക്കും? ഹ്യൂമൻ റിസോഴ്സസ് ആർ ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഓഫ് എ നാഷൻ. ഇപ്പൊ നാഷന്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയുന്നുണ്ട്. എഫക്റ്റീവ് ഹ്യൂമൻ റിസോഴ്സ് എൻഷുർ പ്രോപ്പർ യൂസ് ഓഫ് മാൻ പവർ ആൻഡ് അതർ റിസോഴ്സസ്. അപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സസ് ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പർ ആയിട്ട് നമുക്ക് മാൻ പവേഴ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യാനും ആൻഡ് മറ്റ് റിസോഴ്സുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് നാഷണൽ ലെവലിൽ നമുക്ക് പറയാനുള്ളത്. ആൻഡ് കോൺട്രിബ്യൂട്ട് ദ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രീസ് ആണ്. ഇപ്പൊ നമ്മളെല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്ത്യ എന്നുള്ള ഒരു കൺട്രിക്ക് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻസ് കാര്യങ്ങളാണ് അല്ലെ. സോ ആ ഒരു നാഷണൽ ലെവലിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് നാഷണൽ ലെവലിലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മള് 4 ലെവൽസിലൂടെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കോർപ്പറേറ്റ് ലെവൽ അതായത് ഓർഗനൈസേഷൻ ലെവൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പറഞ്ഞു. ദെൻ പ്രൊഫഷണൽ ലെവൽസ് എന്താണ്, അതുപോലെ തന്നെ സോഷ്യൽ ലെവൽസ് ആൻഡ് സൊസൈറ്റി അല്ലെ, അതിന്റെ ബേസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ നാഷണൽ ലെവൽ. അങ്ങനെ 4 ലെവൽസിലൂടെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക എന്നാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? നമ്മളെല്ലാവരും ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്താണ്? ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അപ്പൊ അവരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, അവർക്ക് ആവശ്യമായ ട്രെയിനിങ്സ് കൊടുക്കുക, അതുപോലെ തന്നെ മോട്ടിവേഷൻസ് കൊടുക്കുക, അവരെ എൻകറേജ് ചെയ്യുക അല്ലെ. ഇത് കൃത്യമായിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയാറുള്ളത്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഡെഫിനിഷൻ നോട്ട് ചെയ്ത് വെക്കണം. ആൻഡ് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? അത് 4 ലെവൽസിലൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസ് എന്താണ്, അതിന്റെ ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ
പിന്നീട് നമുക്ക് എന്താണ് ഈ ഒരു പേപ്പർ ഈസി ആയിട്ട് കുറച്ചും കൂടെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ട്രേസ് ദി എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ത്രൂ ഇറ്റ്സ് വേരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് എവല്യൂഷൻ ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ആ ഒരു എവല്യൂഷൻ കാര്യങ്ങൾ അപ്പൊ ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ് ഇന്ന് കാണുന്ന ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആ ഒരു എവല്യൂഷൻ സ്റ്റേജസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എവല്യൂഷൻ ഓഫ് മോഡേൺ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പറയുന്നുണ്ട്. അപ്പൊ മോഡേൺ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹാസ് ഡെവലപ്ഡ് ത്രൂ ദി ഫോളോയിങ് സ്റ്റേജസ്. അപ്പൊ ഏതൊക്കെ സ്റ്റേജ് ആണ് പറയുന്നത്? ഫസ്റ്റ് പറയുന്നതാണ് കമ്മോഡിറ്റി കോൺസെപ്റ്റ്. അപ്പൊ കമ്മോഡിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്? ആ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് മുന്നേ ആയിട്ട് വർക്കേഴ്സ് വർ ട്രീറ്റഡ് ആസ് എ കമ്മോഡിറ്റി ദാറ്റ് കുഡ് ബി ബോട്ട് ആൻഡ് സോൾഡ് ആണ്. നമുക്ക് വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരു കമ്മോഡിറ്റി ആയിട്ടായിരുന്നു ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവിടെ വർക്കേഴ്സിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു കമ്മോഡിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷന്റെ മുന്നേ ഒക്കെ ആയിട്ട് അല്ലെ ഏർലിയസ്റ്റ് സ്റ്റേജിൽ വർക്കേഴ്സിനെ ആദ്യം ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ഒരു കമ്മോഡിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നീട് വരുമ്പോൾ എന്താണ്? ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ആണ്. അതായത് എംപ്ലോയീസ് വർ കൺസിഡേർഡ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് മെഷീൻ ആൻഡ് മെറ്റീരിയൽ. ഇപ്പോൾ ഒരു പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഡിഫറെന്റ് ഫാക്ടേഴ്സുകൾ ഉണ്ട് അല്ലെ. അപ്പൊ അതുപോലെയുള്ള ഒരു ഫാക്ടർ ആയിട്ടായിരുന്നു പിന്നീട് എന്ത് ചെയ്തിട്ടുള്ളത്? വർക്കേഴ്സിനെ അല്ലെങ്കിൽ എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മെഷീൻസ് പോലെ അല്ലെങ്കിൽ മെറ്റീരിയൽസ് പോലെ വൺ ഓഫ് ദി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടായിരുന്നു എംപ്ലോയീസിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദ ഫോക്കസ് വാസ് ഓൺ ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി ത്രൂ ട്രെയിനിങ് ആൻഡ് എഫിഷ്യൻസി. അപ്പൊ അവിടെ മെയിൻ ആയിട്ടും ഫോക്കസ് പ്രൊഡക്ഷൻസ് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ ബിസിനസ്സിനെയൊക്കെ എന്താണ് അവർക്ക് നല്ല രീതിയിൽ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവരുടെ പ്രോഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു പ്രൊഡക്ഷനെ മാത്രമായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ആ ഒരു സ്റ്റേജില് മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പറയുന്നത് പാറ്റേണലിസ്റ്റിക് കോൺസെപ്റ്റ് ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? എംപ്ലോയേഴ്സ് ആക്ടഡ് ലൈക്ക് പാരന്റ്സ് പ്രൊവൈഡിങ് വെൽഫെയർ ഫെസിലിറ്റീസ് ആൻഡ് ബെനിഫിറ്റ് ടു എംപ്ലോയീസ് ടു ഗെയിൻ ദെയർ ലോയൽറ്റി ആണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? എംപ്ലോയേഴ്സ് അല്ലെ, ഓണേഴ്സ്, അവരിപ്പോ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഓണേഴ്സ് ഒക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരൊരു പാരന്റിനെ പോലെ ആയിട്ടായിരുന്നു ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പാരന്റ്സ് എന്താണ്? കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഫെസിലിറ്റീസുകൾ കൊടുക്കുന്നുണ്ട് അവരുടെ ആ ഒരു ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പാറ്റേണലിസ്റ്റിക് കോൺസെപ്റ്റില് എംപ്ലോയേഴ്സ് പാരന്റ്സിനെ പോലെ ആയിട്ടായിരുന്നു ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവരെന്ത് ചെയ്തിട്ടുണ്ട്? എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള അവരുടെ ബെനഫിറ്റ്സിന് ആവശ്യമായുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്? സ്വാഭാവികമായിട്ടും എംപ്ലോയേഴ്സിന് ഒരു ലോയൽറ്റി കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. സോ അതൊക്കെ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു പാറ്റേണലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? എംപ്ലോയേഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് ഹ്യൂമനിറ്റേറിയൻ അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റ് പറയുന്നുണ്ട്. അതായത് ബേസ്ഡ് ഓൺ ഹോത്രോൺ സ്റ്റഡീസ് ദിസ് സ്റ്റേജ് എംഫസൈസ്ഡ് ദാറ്റ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദെയർ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ആൻഡ് ദ വർക്ക് എൻവയോൺമെന്റ് ആണ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിൽ മെയിൻ ആയിട്ടും പറയുന്നത് എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്? അവരുടെ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ആണ്. അതുപോലെ തന്നെ അവരുടെ വർക്ക് എൻവയോൺമെന്റ്. ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരം ഒരു എൻവയോൺമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു വർക്ക് എൻവയോൺമെന്റ്, അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ സോഷ്യൽ നീഡ്സുകൾ, അതുപോലെ സൈക്കോളജിക്കൽ നീഡ്സുകൾ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി, എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി എന്നുള്ളതാണ് ഈ ഒരു ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റില് പറഞ്ഞിരിക്കും. അപ്പൊ ഓരോ സ്റ്റേജിലൂടെയും എന്താണ് ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ ഡെവലപ്മെന്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ. ആൻഡ് പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? ബിഹേവിയറൽ ഹ്യൂമൻ റിസോഴ്സ് കോൺസെപ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എംപ്ലോയീസ് വേർ വ്യൂഡ് ആസ് എ വാല്യുബിൾ അസറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പൊ ഈ ഒരു സ്റ്റേജ് ആയപ്പോഴേക്കും എന്താണ്? എംപ്ലോയീസിനെ ഓർഗനൈസേഷന്റെ ഒരു വാല്യുബിൾ അസറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി അല്ലെ. ആൻഡ് ഇമ്പോർട്ടൻസ് വാസ് ഗിവൻ ടു
ടീം വർക്ക്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ കുറച്ചും കൂടെ ടീം വർക്ക് ആയിട്ട് അവർ ആക്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള മോട്ടിവേഷൻസ്, ലീഡർഷിപ്പ്, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ കുറച്ചും കൂടെ എൻകറേജ് ചെയ്യുക, അവരൊരു വാല്യുബിൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ ഈ ഒരു ബിഹേവിയറൽ ഹ്യൂമൻ റിസോഴ്സ് കോൺസെപ്റ്റിൽ സാധിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എമേർജിംഗ് കോൺസെപ്റ്റ് ആണ്. അതായത് എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയീസ് ആർ കൺസിഡേർഡ് പാർട്ട്നേഴ്സ് ഇൻ ദി ഓർഗനൈസേഷൻ വർക്കിംഗ് ടുഗെദർ ഫോർ മ്യൂച്വൽ ഗ്രോത്ത് ആൻഡ് സക്സസ് ആണ്. ആൻഡ് എമേർജിംഗ് കോൺസെപ്റ്റ് ആയപ്പോഴേക്കും ഈ ഒരു മോഡേൺ ലെവൽ ആയപ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? എംപ്ലോയേഴ്സിനെയും എംപ്ലോയീസിനെയും ആ ഒരു ഈക്വൽ കൺസിഡറേഷൻ എന്നുള്ള രീതിയിൽ അല്ലെ, അതായത് ഓർഗനൈസേഷന്റെ പാർട്ട്നേഴ്സ് ആണ്, രണ്ടുപേരും ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഒരു എമേർജിംഗ് കോൺസെപ്റ്റ് പറയുന്നത്. അപ്പൊ രണ്ടുപേരും മ്യൂച്വലി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഒരു ഗ്രോത്ത് ആൻഡ് സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസ് ആയിട്ട് പറയുന്നത്. ആൻഡ് ഫൈനലി എന്താണ്? എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് ഇൻ ഇന്ത്യ. And in the early 1980s, Uday Parikh and T.V. Rao played a major role in developing HRM in India. അപ്പോൾ ഇന്ത്യയിലെ HRM ഡെവലപ്പ് ചെയ്യുന്നതിൽ മെയിൻ ആയിട്ടും ഇമ്പോർട്ടൻസ് ആയിട്ട് പ്ലേ ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഉദയ് പരീഖ് ആൻഡ് ടി.വി. റാവു എന്ന് പറയുന്നത്. ആൻഡ് ഓർഗനൈസേഷൻ സച്ച് ആസ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രാൻസ്ഫോംഡ് ദെയർ പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ടു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യുക? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഡെവലപ്പ് ചെയ്യാനും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും തുടങ്ങി. അപ്പോൾ എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, മോട്ടിവേഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. സോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവരുടെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനും അത് അച്ചീവ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ആ ഒരു എവല്യൂഷൻ സ്റ്റേജസുകളായിട്ട് പറയുന്നത്. അപ്പൊ ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് പറയുന്നത് കമ്മോഡിറ്റി കോൺസെപ്റ്റ് ആണ്. അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വർക്കേഴ്സിന് ഒരു കമ്മോഡിറ്റി ആയിട്ടായിരുന്നു ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ കോൺസെപ്റ്റിൽ എന്താണ്? ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്റ്റ് എന്നുള്ള ഒരു പ്രൊഡക്ഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അതായത് മെഷീൻസ്, മെറ്റീരിയൽസ് പോലെയുള്ള ഒരു ഫാക്ടർ ആയിട്ടായിരുന്നു എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പാറ്റേണലിസ്റ്റിക് കോൺസെപ്റ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയേഴ്സ് അവിടെ ഒരു പാരന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് എംപ്ലോയീസിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഒരുപാട് ഫെസിലിറ്റീസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തു. ദെൻ ഹ്യൂമൻ റിലേഷൻ കോൺസെപ്റ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ആണ്. സോ അത് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യും എന്നുള്ളൊരു രീതിയിലെത്തി. ദെൻ ബിഹേവിയറൽ ഹ്യൂമൻ റിസോഴ്സ് കോൺസെപ്റ്റ് ആണ് എന്ത് ചെയ്യാൻ തുടങ്ങി? എംപ്ലോയീസിന് ഒരു ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഒരു വാല്യുബിൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ദെൻ എമേർജിംഗ് കോൺസെപ്റ്റ് ആണ്. എംപ്ലോയീസിനും ഒരു ഈക്വൽ കൺസിഡറേഷൻ ആൻഡ് അവരുടെ ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഓർഗനൈസേഷൻ ഒരു സക്സസ് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഡെവലപ്ഡ് ആയി. ദെൻ ഇന്ത്യയിൽ എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ എവല്യൂഷൻസ് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ആ ഒരു എവല്യൂഷൻ സ്റ്റേജസുകളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എലാബറേറ്റ് ഓൺ ദ വേരിയസ് കോമ്പണന്റ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഹൗ ദേ ഇന്റഗ്രേറ്റ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കോമ്പണന്റ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷണൽ എഫക്റ്റീവ്നെസ് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനും അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്കറിയാം എക്സാം എഴുതാൻ പോകുന്ന ആളുകളായതുകൊണ്ട് തന്നെ പറയാം, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ ഒരു കോമ്പണൻസുകൾ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ആദ്യം എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, അതിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ കോമ്പണൻസ് എന്താണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ അതിന്റെ മീനിങ് അതുപോലെ തന്നെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കാരണം ഈ ഒരു പേപ്പറിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും ഹ്യൂമൻ റിസോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് എഴുതാം. ആൻഡ് ഒരു ഡെഫിനിഷനും കൂടെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയുള്ള ഒരു ഡെഫിനിഷൻ ആണ് അല്ലെ. അതും കൂടെ പഠിച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ
ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു രീതിയിൽ അറ്റൻഡ് ചെയ്യുകയാണ്. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു കോമ്പണൻസ് കാര്യങ്ങൾ എഴുതാതെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് എഴുതുക, ആൻഡ് പിന്നീട് നമ്മൾ അതിന്റെ കോമ്പണൻസ് കാര്യങ്ങൾ എന്താണ് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താണ് ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ കോമ്പണൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. HRM കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഇമ്പോർട്ടൻസ് കോമ്പണൻസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആയുള്ള കോമ്പണൻസ് ആയിട്ട് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷൻ ദാറ്റ് ഫോക്കസ് ഓൺ ഡിസൈനിങ് ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. അപ്പൊ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷന്റെ മെയിൻ ഫോക്കസ് ആയിട്ട് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പറയുന്നുണ്ട് എൻഷുർ എഫക്റ്റീവ് ലീഡർഷിപ്പ് ആൻഡ് അലൈൻ എംപ്ലോയീസ് വിത്ത് ഓർഗനൈസേഷൻ ഗോൾ. ഓർഗനൈസേഷൻ ഗോളുമായിട്ട് എന്ത് ചെയ്യുക, എംപ്ലോയീസ് മാച്ച് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഒരു എഫക്റ്റീവ് ആയുള്ള ലീഡർഷിപ്പ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പറയുന്നുണ്ട്. അതെന്താണ്? ഡിറ്റർമൈൻ ദി നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ് നീഡഡ്. നമുക്ക് എത്രത്തോളം എംപ്ലോയീസിനെയാണ് ഇനി ആവശ്യമായിട്ട് വരുന്നത്. ആൻഡ് ഫോർകാസ്റ്റ് ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെന്റ്സ് ആൻഡ് അവൈലബിലിറ്റി. ഇനി ഫ്യൂച്ചറിൽ എത്രത്തോളം മാൻ പവേഴ്സ് കാര്യങ്ങൾ വേണം, അതിന്റെ അവൈലബിലിറ്റി ആൻഡ് റിക്വയർമെന്റ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൽ പറയുന്നത്. ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റം ആണ്. ദാറ്റ് ഇൻക്ലൂഡ് ഇമ്പോർട്ടൻറ്റ് HR ആക്ടിവിറ്റീസ് ആണ്. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയുള്ള HR ആക്ടിവിറ്റീസ് പറയുന്നത്? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. അല്ലെ, എംപ്ലോയീസിനെ നമ്മളൊരു ഓർഗനൈസേഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ സെലക്ട് ചെയ്യാറുണ്ട്. അവരുടെ പെർഫോമൻസ് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. കോമ്പൻസേഷൻസ് ആൻഡ് ബെനഫിറ്റ്സ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റം ആയിട്ട് പറയുന്നത്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്സ് ആണ്. ദാറ്റ് ഹെൽപ്പ് എംപ്ലോയി ഇംപ്രൂവ് ദെയർ സ്കിൽ, നോളജ് ആൻഡ് എബിലിറ്റീസ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്സിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ സ്കില്ലുകൾ അതുപോലെ തന്നെ അവരുടെ നോളജ്, എബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് പ്രിപ്പയർ ദം ഫോർ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇപ്പൊ പ്രസന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസുകൾ ഏറ്റെടുക്കാനും അതുപോലെ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന റെസ്പോൺസിബിലിറ്റീസുകൾ ഏറ്റെടുക്കാനുമുള്ള എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ആ ഒരു പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ അവർ പ്രിപ്പയർഡ് ആക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്സ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ അതിൽ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. ദാറ്റ്സ് മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ് ആണ്. അപ്പൊ എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിലുള്ളൊരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഡീൽസ് വിത്ത് എംപ്ലോയീസ് ഗ്രീവൻസ്, ട്രേഡ് യൂണിയൻസ് ആൻഡ് ടീം വർക്ക് ടു ബിൽഡ് ട്രസ്റ്റ് ആൻഡ് കോപ്പറേഷൻ ആണ്. അപ്പൊ എംപ്ലോയീസുമായിട്ട് നല്ല രീതിയിലുള്ളൊരു കോപ്പറേഷൻ അതുപോലെ തന്നെ ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ അവരെന്താണ് പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ആൻഡ് ഓർഗനൈസേഷന്റെ ഗോൾസ് കാര്യങ്ങൾ അവിടെ അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ HR അക്കൗണ്ടിങ് ആൻഡ് HR ഓഡിറ്റ്. HR അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവിടെ മെഷർ ചെയ്യുന്നത് വാല്യൂ ആൻഡ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയീസ് ടു ദി ഓർഗനൈസേഷൻ ആണ്. ഓർഗനൈസേഷനിലോട്ട് എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻസുകൾ എന്തൊക്കെയാണ്, അതിന്റെ വാല്യൂസ് കാര്യങ്ങൾ മെഷർ ചെയ്യുന്നതാണ് HR അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആൻഡ് HR ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് HR പോളിസീസ് ആൻഡ് എൻഷുർ കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. എന്താണ് HR പോളിസീസുമായിട്ടുള്ള അതിന്റെ എഫക്റ്റീവ്നെസ് എന്തൊക്കെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യുകയാണെങ്കിലും ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നതും അത് എൻഷുർ ചെയ്യുന്നതും ഈ ഒരു HR ഓഡിറ്റ് ആയിരിക്കും. ഇതാണ് HR അക്കൗണ്ടിങ് ആൻഡ് HR അക്കൗണ്ടിങ് ആയി അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ് ഡിഫറൻസ്, കോമ്പണൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ പറയുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് പറയുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് റിലേഷൻഷിപ്പ് ആൻഡ് HR അക്കൗണ്ടിങ് ആൻഡ് HR ഓഡിറ്റ്. ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഡിഫറൻസ് കോമ്പണൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ? ദെൻ നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, ഡിസ്കസ് ദി ചേഞ്ചിങ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് HR മാനേജേഴ്സ് ഇൻ എ ഡൈനാമിക് ബിസിനസ് എൻവയോൺമെന്റ് ആണ്. നമുക്കറിയാം നമ്മുടെ ഈ ഒരു ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും ഇല്ല അല്ലെ, അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ടെക്നോളജീസുകൾ ചേഞ്ച് ആവുന്നുണ്ട് ആൻഡ് പുതിയ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡൈനാമിക് എൻവയോൺമെന്റ് ആവുന്ന സമയത്ത് HR മാനേജേഴ്സിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചേഞ്ച് ആവുന്നുണ്ട് അല്ലെ. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഒരു ഓഫീസിൽ അവിടെ ഒരു HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും.
ആൻഡ് അവിടെ ഒരു HR ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസുകൾ എന്തൊക്കെയായിരിക്കും? ദ റോൾ ഓഫ് HRM ഹാസ് ചേഞ്ച്ഡ് ഫ്രം സിമ്പിൾ അഡ്മിനിസ്ട്രേഷൻ ടു സ്ട്രാറ്റജിക് ഫംഗ്ഷൻ ഇൻ ദി ഓർഗനൈസേഷൻ ആണ്. അപ്പൊ എന്തൊക്കെ റോള് പറയുന്നുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് റോള് പറയുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റോൾ എന്ന് പറയുമ്പോൾ എന്താണ്? എംപ്ലോയീസിന്റെ റെക്കോർഡ്സ്, ഫയൽസ്, കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ. എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻസ്, കാര്യങ്ങൾ ഹയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ക്വാളിഫിക്കേഷൻസ്, കാര്യങ്ങൾ, റെക്കോർഡ്സ്, കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരം ഫയൽസ്, കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോൾ ആരുടെയാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെയാണ്. അതുപോലെ തന്നെ ലേബർ ലോസ് ആൻഡ് കമ്പനി പോളിസീസുമായിട്ടുള്ള ആ ഒരു കംപ്ലയൻസസ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എൻഷുർ ചെയ്യുന്നുണ്ട്. എൻഷുർ കംപ്ലയൻസസ് വിത്ത് ലേബർ ലോസ് ആൻഡ് കമ്പനി പോളിസീസ് ആണ്. Then use technology and outsourcing to perform routine HR activities efficiently. നമുക്ക് എന്താണ്? HR ആക്ടിവിറ്റീസുകൾ എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ്? ടെക്നോളജി, അതുപോലെ തന്നെ ഔട്ട്സോഴ്സിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ പാർട്ടീസിനോട്ട് എന്ത് ചെയ്യാണ്? അവരുടെ ആക്ടിവിറ്റീസ്, കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന റോള് എന്ന് പറയുന്നത് ആരുടെ ആയിരിക്കും? ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെയാണ്. അപ്പൊ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോളിൽ വരുന്നതാണ് എംപ്ലോയീസിന്റെ റെക്കോർഡ്സ്, കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു ലേബർ ലോസ്, കമ്പനി പോളിസീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയൻസസ്, കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുക. ടെക്നോളജി ഔട്ട്സോഴ്സിങ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യുക എന്നുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോള് പറയുന്നുണ്ട്. ദെൻ ഓപ്പറേഷണൽ ആൻഡ് എംപ്ലോയി അഡ്വക്കേറ്റ്സ് റോളാണ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്ലിമെന്റ്സ് HR പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അതായത് വർക്ക്സ് വിത്ത് മാനേജേഴ്സ് ടു മാനേജ് എംപ്ലോയീസ് എഫക്റ്റീവ്ലി ആണ്. എംപ്ലോയീസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റെപ്രസെന്റ് എംപ്ലോയി ഇൻട്രസ്റ്റ് ആൻഡ് ഹെൽപ്പ് സോൾവ് ദെയർ പ്രോബ്ലം ആൻഡ് ഗ്രീവൻസ്. ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആക്ട് ചെയ്യാറുണ്ടല്ലേ. കാരണം അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ടോപ്പ് ലെവൽ അതോറിറ്റിയുമായിട്ട് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് ലെവൽ ആയിട്ട് പറയുന്നത് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജറെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഓപ്പറേഷണൽ ആൻഡ് എംപ്ലോയി അഡ്വക്കേറ്റ് റോള് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് റോളാണ്. That act as a business partner in achieving organizational goal ആണ്. ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണർ ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? മാനേജർ ആക്ട് ചെയ്യാറുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അല്ലെ ആക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? മാനേജ്മെന്റ്, ഇമ്പോർട്ടൻസ് ആയുള്ള മാനേജ്മെന്റ് ഡിസിഷൻസിൽ കാര്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ HR പോളിസീസ് വിത്ത് ഓർഗനൈസേഷണൽ സ്ട്രാറ്റജീസ് ആൻഡ് പെർഫോമൻസ് ആണ്. ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസുമായിട്ട് HR പോളിസീസ് കാര്യങ്ങളൊക്കെ മാച്ച് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അലൈൻ ചെയ്ത് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുക. ആ ഒരു സ്ട്രാറ്റജിക് റോളും എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ പറയുന്നുണ്ട്. ദെൻ ന്യൂ റോൾ ഫെസിലിറ്റേറ്റർ ഓഫ് ചേഞ്ച് ആണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓർഗനൈസേഷണൽ ചേഞ്ചസ്, കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. മീഡിയേറ്റർ, അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ലീഡർ ആണ്. ബാലൻസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് എംപ്ലോയീസ്. ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റും ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മീഡിയേറ്റർ റോളും ആര് പ്ലേ ചെയ്യുന്നുണ്ട്? ഇവിടെ HR മാനേജർ പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റലക്ച്വൽ ലീഡർ ആണ്. കമ്മ്യൂണിക്കേറ്റ് ഐഡിയാസ്, ഗൈഡ് എംപ്ലോയീസ് ആൻഡ് എക്സ്പ്ലെയിൻ കോംപ്ലക്സ് പോളിസീസ് ക്ലിയർലി. അവരുമായിട്ട് ഐഡിയാസ്, കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഗൈഡൻസ്, കാര്യങ്ങൾ, എംപ്ലോയീസിന് ആവശ്യമായുള്ള ഗൈഡൻസ്, കാര്യങ്ങൾ കൊടുക്കുന്നു. കോംപ്ലക്സ് ആയുള്ള പോളിസീസ്, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ ആരുടെ റോളാണ്? HR മാനേജേഴ്സിന്റെ റോളായിട്ട് പറയുന്നത്. ഇതാണ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് HR മാനേജർ ആയിട്ട് പറയുന്നത്. ഏതൊക്കെയാണ്? അപ്പൊ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അപ്പൊ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവിടെ എന്താണ്? HR മാനേജർ ഉണ്ടായിരിക്കും. അപ്പൊ അവരെന്തൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുള്ളത് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? എംപ്ലോയീസിന്റെയും ഓർഗനൈസേഷനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ബാലൻസ് അല്ലെ, ഒരു മീഡിയേറ്റർ റോള് അവര് പ്ലേ ചെയ്യുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റോള് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷണൽ ആൻഡ് എംപ്ലോയി അഡ്വക്കേറ്റ് റോള് പറയുന്നുണ്ട്. സ്ട്രാറ്റജിക് റോൾ പറയുന്നു. അതുപോലെ തന്നെ ന്യൂ റോൾസിൽ പറയുന്നതാണ് ഈ ഒരു മീഡിയേറ്റർ ആൻഡ് ഇന്റലക്ച്വൽ ലീഡർ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ.
അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മെയിൻ ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് എക്സ്പ്ലെയിൻ ദി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദി ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ് ആൻഡ് HRM ഓപ്പറേഷൻസ് ആണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓപ്പറേഷൻസിനെയും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ എൻവയോൺമെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരിക്കും? The HRM environment refers to the all factors that influence human resource management. അപ്പോൾ ഒരു HRM environment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ്. അപ്പൊ അതിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് പെസ്റ്റലാണ്. അതായത് അവിടെ എന്ത് വരുന്നുണ്ട്? പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ എക്കണോമിക് ഫാക്ടേഴ്സ്, സോഷ്യൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. ദെൻ ഇന്റേണൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട് ഓർഗനൈസേഷൻ സൈസ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ബിസിനസ് സ്ട്രാറ്റജി, ഓർഗനൈസേഷൻ കൾച്ചർ. ഇപ്പൊ രണ്ട് രീതിയിലാണ് ഫാക്ടേഴ്സിനെ HRM എൻവയോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ പറയുന്നത്. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ബിയോണ്ട് ദി ഓർഗനൈസേഷൻ ആണ്, ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ ഔട്ട്സൈഡ് ഉള്ള ഫാക്ടേഴ്സുകളാണ് അല്ലെ. അത് നമുക്ക് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, കാരണം അത് നമ്മുടെ കൺട്രോളിൽ അല്ല നിൽക്കുന്നത്. അപ്പൊ അത്തരം ഫാക്ടേഴ്സുകളാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, അതായത് ഗവൺമെന്റ് പോളിസീസ്, അതുപോലെ തന്നെ ടാക്സേഷൻസ്, അതുപോലെ ഫണ്ടിങ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് ഡിസിഷൻസിനെ അഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നു. ദെൻ എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്, ഇപ്പൊ അൺഎംപ്ലോയ്മെന്റ് അല്ലെ, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻസ്, ഇൻട്രസ്റ്റ് റേറ്റ്, എക്കണോമിക് ഗ്രോത്ത്, ഇത്തരം ഫാക്ടേഴ്സുകളൊക്കെ എംപ്ലോയ്മെന്റിന്റെ ഓപ്പർച്യൂണിറ്റീസിന് അഫക്ട് ചെയ്യാറുണ്ട്, വേജസിന് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡിസിഷൻ, നമുക്ക് ബെറ്റർ ആയുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിസിഷൻ എടുക്കാനും അവിടെ എന്താണ് ഡിഫിക്കൽട്ടീസ് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് മറ്റൊരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നുണ്ട് എക്കണോമിക് ഫാക്ടേഴ്സ്. ദെൻ സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, പോപ്പുലേഷൻ ആൻഡ് കൾച്ചറൽ വാല്യൂസ് അഫക്ട് എംപ്ലോയീസ് എക്സ്പെക്ടേഷൻസ് ആൻഡ് വർക്ക് പ്ലേസ് ബിഹേവിയർ ആണ്. ഇപ്പൊ എംപ്ലോയീസിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അവരുടെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യുന്നുള്ള വർക്ക് കാര്യങ്ങളല്ല അവർക്ക് ഉള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ആ വർക്ക് ചെയ്യും ഇല്ല അല്ലെ. അപ്പൊ ഒരുപാട് ആളുകൾ വിദേശത്ത് പോയി പഠിക്കുക, അവർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളൊന്നും അവർക്ക് ഇവിടെ മീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫാക്ടർ ആയിട്ട്, ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ആയിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചലഞ്ചസ് ആയിട്ട് അവർക്ക് പറയാം അല്ലെ. അതാണ് സോഷ്യൽ ഫാക്ടർ ആയിട്ട് പറയുന്നത്. സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന ഒരുപാട് ഫാക്ടേഴ്സുകൾ, ഇപ്പൊ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, അതുപോലെ പോപ്പുലേഷൻസ്, കൾച്ചറൽ വാല്യൂസുകൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് ഡിസിഷനെ അഫക്ട് ചെയ്യാറുണ്ട്. ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, ഇപ്പൊ നമുക്കറിയാം ഈ ഒരു മോഡേൺ എൻവയോൺമെന്റ് ആവുന്ന സമയത്ത് ടെക്നോളജി എന്ന് പറയുന്ന ഡേ ബൈ ഡേ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയാണ്. ഇപ്പൊ ഇന്ന് കാണുന്ന ടെക്നോളജി ആയിരിക്കില്ല നാളെ ഉണ്ടാവുന്നത് അല്ലെ. ഒരുപാട് അപ്ഡേഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ന്യൂ ടെക്നോളജീസ് ഇംപ്രൂവ് റിക്രൂട്ട്മെന്റ്, ട്രെയിനിങ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ് ആണ്. പുതിയ പുതിയ ടെക്നോളജീസുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ന് ഒരാളെ ഹയർ ചെയ്യുക അല്ലെങ്കിൽ അവരെ റിക്രൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സ് കാര്യങ്ങളൊന്നും അല്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പൊ ഒരുപാട് ഓൺലൈൻ ഇന്റർവ്യൂസുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ. വർക്ക് ഫ്രം ഹോം ഒക്കെ എന്താണ് ഇന്ന് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ ലീഗൽ ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ ലീഗൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു ബിസിനസ് റൺ ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ലോസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ ഫാക്ടറീസ് ആക്ട്, ട്രേഡ് യൂണിയൻസ് ആക്ട്, ഇത്തരം കാര്യങ്ങൾ, ലോസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം? ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകളായിട്ട് ചോദിക്കുന്നത്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പറയുന്നതാണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് അല്ലെ. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ എക്കണോമിക് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്, ദെൻ സോഷ്യൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ലീഗൽ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകളായിട്ട് നമുക്ക് പറയുന്നത്.
ഇനി നമുക്ക് ഇന്റേണൽ ഫാക്ടേഴ്സുകളാണ് നോക്കാനുള്ളത്. ഓക്കെ, വോയിസ് കട്ടാവുന്നുണ്ടോ? വോയിസ് ഓക്കെ ആണല്ലോ? ഒന്ന് കമന്റ് ചെയ്യൂ, വോയിസ് ഓക്കെ ആണോ? നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സുകളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്റേണൽ ഫാക്ടേഴ്സുകളാണ് അല്ലെ. ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ എന്താണ് ഇന്റേണൽ ഫാക്ടേഴ്സുകളായിട്ട് പറയുന്നത്? അപ്പൊ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റേണൽ ഫാക്ടേഴ്സുകളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പൊ എന്താണ് ഇന്റേണൽ ഫാക്ടേഴ്സ്? ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ഫാക്ടേഴ്സുകളായിട്ട് വരുന്ന സമയത്ത് ഇന്റേണൽ ഫാക്ടേഴ്സുകൾ എന്താണ് പറയുന്നത്? അപ്പൊ ആ ഒരു ഓർഗനൈസേഷന്റെ സൈസ് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ഓർഗനൈസേഷന്റെ സൈസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ഓർഗനൈസേഷന്റെ സൈസ് പറയുകയാണെങ്കിൽ ലാർജ് ഓർഗനൈസേഷൻ റിക്വയർ മോർ കോംപ്ലക്സ് HR പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ലാർജ് ഓർഗനൈസേഷൻ ആവുന്ന സമയത്ത് അവിടെ ഒരുപാട് എംപ്ലോയീസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം കോംപ്ലക്സ് ആയിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പറയുന്നുണ്ട്. എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ പറയുന്നത്? ഹൈറാർക്കി ആൻഡ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് ഇൻഫ്ലുവൻസ് HR ആക്ടിവിറ്റീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ആ ഒരു HR ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെ. ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ഇപ്പൊ നമുക്കറിയാം അവിടെ എന്താണ് ടോപ്പ് ലെവൽ ഉണ്ട്, മിഡിൽ ലെവൽ ഉണ്ട്, ലോവർ ലെവൽ ഉണ്ട്. അപ്പൊ ആ ഓരോ ലെവലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? HR ആക്ടിവിറ്റീസിനെയും അതുപോലെ തന്നെ അതിന്റെ ഡിസിഷൻ മേക്കിങ്ങിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ ബിസിനസ് സ്ട്രാറ്റജി ആണ്. HR പോളിസീസ് ഷുഡ് സപ്പോർട്ട് ആൻഡ് അലൈൻ വിത്ത് ദി ഓർഗനൈസേഷൻ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ്. HR പോളിസീസ് എന്ത് ചെയ്യുന്നുണ്ട്? എപ്പോഴും ഓർഗനൈസേഷന്റെ ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള ഡിസിഷൻസ് കാര്യങ്ങളായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കാം. ആൻഡ് ഓർഗനൈസേഷൻ കൾച്ചർ പറയുന്നുണ്ട്. ഷെയർഡ് വാല്യൂസ്, ബിലീഫ് ആൻഡ് വർക്ക് പ്രാക്ടീസസ് ഷേപ്പ് എംപ്ലോയീസ് ബിഹേവിയർ ആൻഡ് HR പോളിസീസ് ആണ്. ഇപ്പോൾ ഓർഗനൈസേഷൻ്റെ കൾച്ചർ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിലുള്ള കൾച്ചർ ആയിരിക്കില്ല മറ്റൊരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുക അല്ലെ. അപ്പൊ അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് ഡിപ്പെൻഡ്സ് ഓൺ ഓർഗനൈസേഷൻ ആണ്. ഓരോ ഓർഗനൈസേഷനും എന്തായിരിക്കും? അത് ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ ഡിസിഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇന്റേണൽ ഫാക്ടേഴ്സുകളായിട്ട് നമ്മൾ പറയുന്നത്. എന്താണ്? ഓർഗനൈസേഷൻ സൈസ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ബിസിനസ് സ്ട്രാറ്റജി ആൻഡ് ഓർഗനൈസേഷൻ കൾച്ചർ. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എൻവയോൺമെന്റിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. അപ്പൊ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ ആണ്. അത് പെസ്റ്റിലാണ് അതിൽ വരുന്നത്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ സോഷ്യൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇന്റേണൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇന്റേണൽ ഫാക്ടേഴ്സ് പറയുമ്പോൾ എന്താണ്? ഓർഗനൈസേഷന്റെ സൈസ്, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ, ബിസിനസ് സ്ട്രാറ്റജി, ഓർഗനൈസേഷൻ കൾച്ചർ കാര്യങ്ങളൊക്കെയാണ് ഇന്റേണൽ ഫാക്ടേഴ്സുകളായിട്ട് പറയുന്നത്. ഓക്കെ, അതാണ് മെയിൻ ആയിട്ടും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് അതിൽ പറയുന്നുണ്ട് ഡിഫൈൻ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് കീ തിയറീസ് ആണ് അല്ലെ. എന്താണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അലൈനിങ് HR പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് വിത്ത് ദി ലോങ് ടേം ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് ഓർഗനൈസേഷൻ ടു ഇംപ്രൂവ് ഓവറോൾ പെർഫോമൻസ് ആൻഡ് ഗെയിൻ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റ് കോമ്പറ്റേറ്റേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് യുണീക്ക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് കാര്യങ്ങൾ ഗെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്? ഓർഗനൈസേഷൻസ് സ്ട്രാറ്റജീസുകൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ലോങ് ടേം ആയിട്ട് എടുക്കുന്ന ഗോൾസ് ആൻഡ് സ്ട്രാറ്റജീസ്, അതാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആയിട്ട് പറയുന്നത്.
ഓക്കെ, ഓർഗനൈസേഷന്റെ പെർഫോമൻസ് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനും അവരുടെ ഗോൾസ് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലോങ് ടേം ആയിട്ട് അവരെന്ത് ചെയ്യാണ്, ഗോൾസ് സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കീ തിയറീസ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് തിയറീസ് പറയുന്നത്? റിസോഴ്സ് ബേസ്ഡ് റിവ്യൂ അല്ലെ, ഫസ്റ്റ് പറയുന്നതാണ് റിസോഴ്സ് ബേസ്ഡ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ പറയുന്നുണ്ട് എന്താണ് റിസോഴ്സ് ബേസ്ഡ് വ്യൂവിൽ പറയുന്നത്, ദിസ് തിയറി കൺസിഡർഡ് എംപ്ലോയീസ് ആസ് ദ മോസ്റ്റ് വാല്യുബിൾ റിസോഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് HR പ്രാക്ടീസസ് ദാറ്റ് ഇംപ്രൂവ് എംപ്ലോയീ സ്കിൽ ആൻഡ് ഓർഗനൈസേഷണൽ പെർഫോമൻസ്. അപ്പൊ അവിടെ പറയുന്നുണ്ട് മെയിൻ ആയിട്ട് എന്താണ്, ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സസ് ആയിട്ടാണ് ഓർഗനൈസേഷൻ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സസ് ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഓർഗനൈസേഷനെ എംപ്ലോയീസിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അവിടെ HR പ്രാക്ടീസസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും എംപ്ലോയീസിന്റെ സ്കിൽ ആൻഡ് ഓർഗനൈസേഷൻ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനാണ്, ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അതാണ് റിസോഴ്സ് ബേസ്ഡ് വ്യൂവില് മെയിൻ ആയിട്ടും പറയുന്നത്. ദിസ് തിയറി കൺസിഡേർഡ് എംപ്ലോയീസ് ആസ് ദ മോസ്റ്റ് വാല്യുബിൾ റിസോഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് HR പ്രാക്ടീസസ് ദാറ്റ് ഇംപ്രൂവ് എംപ്ലോയീ സ്കിൽ ആൻഡ് ഓർഗനൈസേഷൻ പെർഫോമൻസ് ആണ്. അപ്പൊ ആ ഒരു റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ എംപ്ലോയീസ് ആയിരിക്കും. അപ്പൊ അവരാണ് ഏറ്റവും മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ആ ഒരു അസറ്റ് എന്ന് പറയുന്നത്. സോ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ സ്കില്ല് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ പെർഫോമൻസ് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്ന ആവശ്യമായുള്ള പ്രാക്ടീസസ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് റിസോഴ്സ് ബേസ്ഡ് വ്യൂവില് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് യൂണിവേഴ്സാലിറ്റിക് മോഡലാണ് അല്ലെ. അപ്പൊ യൂണിവേഴ്സാലിസ്റ്റിക് മോഡൽ പറയുന്നത് എന്താണ്, ദിസ് മോഡൽ സ്റ്റേറ്റ് ദാറ്റ് ദർ ഈസ് എ ബെസ്റ്റ് സെറ്റ് ഓഫ് HR പ്രാക്ടീസസ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഓൾ ഓർഗനൈസേഷൻ. അപ്പൊ എല്ലാ ഓർഗനൈസേഷനിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള HR പ്രാക്ടീസസ് കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് ബെറ്റർ ആയുള്ള ഒരു HR പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓർഗനൈസേഷൻ പെർഫോമൻസും ഇംപ്രൂവ് ചെയ്യുന്നത്. അതാണ് യൂണിവേഴ്സാലിസ്റ്റിക് മോഡലിൽ പറയുന്നത്. അതായത് എല്ലാ ഓർഗനൈസേഷനിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് സെറ്റ് ഓഫ് HR പ്രാക്ടീസസുകൾ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ അതുവഴി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവർക്ക് അവരുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ കോൺഫിഗറേഷൻ മോഡൽ പറയുന്നുണ്ട്. കോൺഫിഗറേഷൻ മോഡൽ സ്റ്റേറ്റ് ദാറ്റ് HR പ്രാക്ടീസസ് ആർ മോസ്റ്റ് എഫക്റ്റീവ് വെൻ ദേ വർക്ക് ടുഗെദർ ആസ് എ സിസ്റ്റം ആൻഡ് മാച്ച് ദി ഓർഗനൈസേഷൻ ബിസിനസ് സ്ട്രാറ്റജി. അപ്പൊ ആ ഒരു HR പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആകുന്നത് ഏത് സിറ്റുവേഷൻസിലായിരിക്കും, അതായത് അവരെന്ത് ചെയ്യാണ്, ഇപ്പൊ എംപ്ലോയീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ടീമായിട്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആയിട്ട് വർക്ക് ചെയ്യാണ്. ആൻഡ് അവർ വർക്ക് ചെയ്യുന്നത് ഓർഗനൈസേഷന്റെ ബിസിനസ് സ്ട്രാറ്റജീനെ മാച്ച് ആവുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ ഒരു HR പ്രാക്ടീസസ് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കും. അപ്പൊ ഇതാണ് കോൺഫിഗറേഷൻ മോഡലില് പറയുന്നത്. അപ്പൊ 3 തിയറീസ് ആണ് ഈ ഒരു സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ പറയുന്നത്. റിസോഴ്സ് ബേസ്ഡ് വ്യൂ, അതുപോലെ തന്നെ യൂണിവേഴ്സാലിസ്റ്റിക് മോഡൽ ആൻഡ് കോൺഫിഗറേഷൻ മോഡൽ. ഓക്കെ, ഇതാണ് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ് എന്നുള്ളത് പറഞ്ഞു. ആൻഡ് അതിന്റെ ഡിഫറൻറ്റ് തിയറീസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ പറയാനുള്ളത് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് ബ്രീഫ്ലി ഡിസ്കസ് ദി പ്രോബ്ലം എൻകൗണ്ടേർഡ് ഇൻ ദിസ് പ്രോസസ് ആണ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, human resource planning is the process of ensuring that an organization has the right number of people with the right skill at the right time to achieve its goal. ഒരു ഓർഗനൈസേഷൻ എന്താണ്, അതിന്റെ ഗോൾസ് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ റൈറ്റ് നമ്പർ ഓഫ് ആളുകൾ ഉണ്ടായിരിക്കണം അല്ലെ, എംപ്ലോയീസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റൈറ്റ് സ്കില്ലുകളുള്ള എംപ്ലോയീസ് ആയിരിക്കണം. ആൻഡ് അവരെന്താണ് റൈറ്റ് ടൈമിൽ നമ്മൾ റൈറ്റ് പ്ലേസിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഓർഗനൈസേഷൻ അവരുടെ പെർഫോമൻസ് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, തിങ്കിങ് ബിഫോർ ഡൂയിങ് ആണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രോപ്പറായിട്ട് അത് പ്ലാൻ ചെയ്യാറുണ്ട് അല്ലെ, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇവിടെയും നമ്മൾ എന്താണ്, എംപ്ലോയീസിനെ ഹയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെ സ്കില്ലുകളുണ്ട്, അവർ ഏതൊക്കെ ജോബിലേക്കാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയാറുള്ളത്.
അപ്പൊ അതിന്റെ പ്രോസസ്സ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് പ്രോസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം അനലൈസിങ് ഓപ്പറേഷണൽ പ്ലാൻസ് ആണ്. അതെന്താണ് ഓർഗനൈസേഷന്റെ ബിസിനസ് ഗോൾസ് ആൻഡ് അവരുടെ പ്രൊഡക്ഷൻ പ്ലാൻസ് എന്താണ്, അവരുടെ ഫ്യൂച്ചർ സ്ട്രാറ്റജീസുകൾ എന്താണ് എന്നുള്ളത് സ്റ്റഡി ചെയ്യുക. ആൻഡ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അതിനനുസരിച്ചുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എംപ്ലോയീസിനെ നമുക്ക് ഹയർ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ എന്താണ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ്, അവരുടെ ഗോൾ എന്താണ് എന്നുള്ളത് സ്റ്റഡി ചെയ്യുന്നു. സോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെന്റ്സ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഓപ്പറേഷണൽ പ്ലാൻസ് എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യുക. ദെൻ ചാലഞ്ച് ഇൻവെന്ററി ആണ്, അതായത് അസസ് ദ കറന്റ് എംപ്ലോയി സ്കിൽ, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആൻഡ് എബിലിറ്റീസ് ആണ്. കറന്റ് ആ ഒരു ഓർഗനൈസേഷനിലുള്ള കറന്റ് എംപ്ലോയീസിന്റെ സ്കില്ലുകൾ എന്തൊക്കെയാണ്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവരുടെ എക്സ്പീരിയൻസ്, എബിലിറ്റീസുകൾ എന്തൊക്കെയാണെന്നുള്ളത് അസസ് ചെയ്യുക. അതുപോലെ തന്നെ ഐഡന്റിഫൈ ഹൗ എഫക്റ്റീവ്ലി ദ എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സ് ഈസ് ബീങ് യൂട്ടിലൈസ്ഡ്. ഇപ്പൊ കറന്റ്ലി അവർക്കുള്ള എംപ്ലോയീസ് അവരെത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്കിൽ എത്രത്തോളം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് ടാലന്റ് ഇൻവെന്ററിയിൽ പറയുന്നത്. ദെൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പറയുന്നുണ്ട്. എസ്റ്റിമേറ്റ് ദി നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ് നീഡഡ് ഇൻ ദി ഫ്യൂച്ചർ. ഇപ്പൊ ഫ്യൂച്ചറിൽ ഇൻ കേസ് എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം നമ്പേഴ്സ് ഓഫ് എംപ്ലോയീസിന് വേണം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് എംപ്ലോയീസിന് വേണം എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യുക. അതാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി എന്താണ്, ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ കൂടുതൽ മാനേജേഴ്സിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്, സെയിൽസ് സ്റ്റാഫിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് സപ്ലൈ ഫോർകാസ്റ്റിംഗ് ആണ്. ഡിറ്റർമൈൻ ദ അവൈലബിലിറ്റി ഓഫ് എംപ്ലോയീസ് ഫ്രം ഇന്റേണൽ സോഴ്സസ്, എക്സ്റ്റേണൽ സോഴ്സസ്. ഇപ്പൊ നമുക്ക് എന്താണ് എംപ്ലോയീസിന്റെ അവൈലബിലിറ്റി, ചിലപ്പോൾ ഓർഗനൈസേഷൻസ് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് എംപ്ലോയീസിനെ കിട്ടണമെന്നില്ല അല്ലെ. അപ്പൊ അവരെന്താണ് ആ ഒരു എംപ്ലോയീസിന്റെ അവൈലബിലിറ്റി കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഇന്റേണൽ സോഴ്സ് ഓർഗനൈസേഷനുള്ളിൽ തന്നെ ഉണ്ടാവും നമുക്ക് ആവശ്യമായുള്ള എംപ്ലോയീസുകൾ, അവരെ നമ്മൾ എന്താണ് പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. ദെൻ എക്സ്റ്റേണൽ സോഴ്സ് നമ്മൾ എന്താണ് ഔട്ട്സൈഡിൽ നിന്നും എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാറുണ്ട്, സെലക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു അവൈലബിലിറ്റി കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത് മറ്റൊരു സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട്. ദെൻ ഗ്യാപ്പ് അനാലിസിസ് ആണ്, അതായത് ഫ്യൂച്ചർ ഡിമാൻഡ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്താണ് നമ്മുടെ ഫ്യൂച്ചർ ഡിമാൻഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ആൻഡ് എന്താണ് ഷോർട്ടേജസ് കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ സർപ്ലസ് കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ ആക്ഷൻ പ്ലാനിങ് ആണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം കൃത്യമായുള്ള ഒരു പ്ലാൻസ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യും. അപ്പൊ നമുക്ക് അതിൽ റിക്രൂട്ട്മെന്റ് വേണമെങ്കിൽ റിക്രൂട്ട്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ പറയുന്നുണ്ട്. ദെൻ റിക്രൂട്ട്മെന്റ് ഓർ റിഡൻഡൻസി ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നെക്സ്റ്റ് നമുക്ക് ആ ഒരു ആക്ഷൻ പ്ലാനിങ്ങിൽ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, ദെൻ പ്രോബ്ലംസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലെ. അപ്പൊ പ്രോബ്ലംസ് ആയിട്ട് എന്തൊക്കെയാണ് പറയുന്നത്, അപ്പൊ ഒന്നും കൂടെ നമുക്ക് ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് കാര്യങ്ങളൊന്ന് നോക്കാം അല്ലെ. എന്താണ് പ്രോസസ് ആയിട്ട് പറയുന്നത്, അനലൈസിങ് ഓപ്പറേഷണൽ പ്ലാൻ, അതുപോലെ തന്നെ ചാലഞ്ച് ഇൻവെന്ററി കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, സപ്ലൈ ഫോർകാസ്റ്റിംഗ്, ഗ്യാപ്പ് അനാലിസിസ് ആൻഡ് ആക്ഷൻ പ്ലാൻ. അപ്പൊ ഇതാണ് മെയിൻ അതിന്റെ പ്രോസസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ആൻഡ് പ്രോബ്ലംസ് എൻകൗണ്ടേർഡ് ഇൻ HRP ആണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് നെക്സ്റ്റ് നമുക്ക് അതിൽ പറയാനുള്ളത്, പ്രോബ്ലംസ് പറയുകയാണെങ്കിൽ ഇൻഅക്യുറസി ഓഫ് ഫോർകാസ്റ്റിംഗ് ആണ് അല്ലെ. എന്താണ് ഇൻഅക്യുറസി ഓഫ് ഫോർകാസ്റ്റിംഗ് പറയുന്നുണ്ട്, അതായത് ഫ്യൂച്ചർ മാൻ പവർ നീഡ്സ് കനോട്ട് ബി പ്രെഡിക്റ്റഡ് വിത്ത് കംപ്ലീറ്റ് അക്യുറസി ആണ്. ഫ്യൂച്ചർ മാൻ പവർ നീഡ് കനോട്ട് ബി പ്രെഡിക്റ്റഡ് വിത്ത് കംപ്ലീറ്റ് അക്യുറസി. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ എത്രത്തോളം ആളുകൾ വേണം, അതിന്റെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആ ഒരു ഇൻഅക്യുറസി ഓഫ് ഫോർകാസ്റ്റിംഗ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പോസിബിൾ ആയുള്ള ഒരു കാര്യമല്ല. നമ്മൾ വിചാരിച്ച പോലെ അത് നടക്കണമെന്നില്ല അല്ലെ. അത് പറയുന്നുണ്ട്. ദെൻ എംപ്ലോയി റെസിസ്റ്റൻസ് ആണ്. എംപ്ലോയീസ് ആൻഡ് ട്രേഡ് യൂണിയൻസ് മേ ഓപ്പോസ് HR പ്ലാൻസ് ഇഫ് ദേ ഫിയർ ഇൻക്രീസ്ഡ് വർക്ക് ലോഡ് ഓർ ജോബ് ലോസ് ആണ്. എംപ്ലോയീസിന് എന്താണ് സ്വാഭാവികമായിട്ടും അവരുടെ വർക്ക് ലോഡ് കൂടുമോ, അല്ലെങ്കിൽ അവർക്ക് ജോബ് ലോസ് ഉണ്ടാവോ എന്നുള്ള ആ ഒരു ഫിയർ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്താണ് ആ ഒരു റെസിസ്റ്റൻസ് കാര്യങ്ങൾ എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്നും
ഉണ്ടാവാറുണ്ട്. ദെൻ അൺസെർട്ടനിറ്റീസ് ആണ്, അതായത് ലേബർ ടേൺ ഓവർ, ആബ്സെന്റീസം, ടെക്നോളജിക്കൽ ചേഞ്ചസ് ആൻഡ് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ്, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് പറയുന്നുണ്ട്. ദെൻ ഇൻഎഫിഷ്യൻസ് ഇൻഫോർമേഷൻ സിസ്റ്റം ആണ്. ലാക്ക് ഓഫ് അക്യുറേറ്റ് ആൻഡ് അപ്ഡേറ്റഡ് എംപ്ലോയി ഡാറ്റ അഫക്റ്റ് എഫക്റ്റീവ് വെച്ച പ്ലാനിങ്. അപ്പം നമ്മൾ അക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിട്ട് എംപ്ലോയീസിൻ്റെ ഡാറ്റ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവ് ആയുള്ള HR പ്ലാനിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഎഫിഷ്യൻസ് ആയുള്ള ഇൻഫോർമേഷൻ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് ആയിട്ട് പറയുന്നുണ്ട്. HRP ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് എന്താണ്, ഇൻഅക്യുറസി ഓഫ് ഫോർകാസ്റ്റിംഗ്, എംപ്ലോയി റെസിസ്റ്റൻസ് ആൻഡ് അൺസെർട്ടനിറ്റീസ്, ഇൻഎഫിഷ്യന്റ് ഇൻഫോർമേഷൻ സിസ്റ്റം. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് റൈറ്റ് ആയുള്ള എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യാണ്, റൈറ്റ് സ്കില്ലോട് കൂടിയുള്ള എംപ്ലോയീസിന് നമ്മൾ ഹയർ ചെയ്യുക അല്ലെ, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മാത്രമേ ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ആ ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആയിട്ട് പറയുന്നത്.